മനസ്സ് സമാധാനമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് ഈ പറയുന്ന എല്ലാത്തിനെയും നമുക്ക് ആകർഷിക്കാൻ കഴിയും. അവിടെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സാധനം നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും നിങ്ങളിലേക്ക് വരും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും നിങ്ങൾക്ക് ആകർഷിക്കാൻ പറ്റും എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്നത്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു രഹസ്യമുണ്ട്, ഒരു സീക്രട്ട്. ആ രഹസ്യമാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ആ രഹസ്യം എന്ന് പറയുന്നത് ആണ് നിങ്ങളുടെ സോളിനെ അവേക്കൺ ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ സോൾ പവർഫുൾ ആയി കഴിഞ്ഞാൽ, സോൾ പ്രകാശിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും നിങ്ങൾക്ക് ആകർഷിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ സമയം മനസമാനാണോ വേണ്ടത്? മനസമാനം ആകർഷിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് വിഷമങ്ങൾ വേണോ? അതിനെ നിങ്ങൾക്ക് ആകർഷിക്കാം. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, സാർ ആരെങ്കിലും ജീവിതത്തിൽ വിഷമങ്ങൾ ആഗ്രഹിക്കുമെന്ന്, അല്ലേ? അങ്ങനെ ചിന്തിക്കൂലേ? ആരെങ്കിലും ജീവിതത്തിൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കുമെന്ന്? അങ്ങനെയാണെങ്കിൽ ലോകത്ത് എല്ലാവരും മധുരം മാത്രം ഇഷ്ടപ്പെടുന്നു. പാവയ്ക്കൊന്നും തിന്നാനേ പാടില്ല. പാവയ്ക്കൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോലും പാടില്ല. വേദന ഇഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? വേദന ഇല്ലെങ്കിൽ ജീവിതം പൂർണ്ണമല്ല എന്ന് വിശ്വസിക്കുന്ന എത്ര ആളുകളുണ്ട് നിങ്ങൾക്കറിയാം? വേണ്ട, ചെറുപ്പത്തില് ഒരു സൈക്കിളൊക്കെ ചവിട്ടാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര തവണ വീണാലും കാല് മുറിഞ്ഞാലും വീണ്ടും ആവേശത്തോടു കൂടി കയറുന്നുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യില്ല. അന്നേരത്തെ ആ വേദനയൊക്കെ ഒരു സുഖമാണ് അവർക്ക്. അതൊന്നൊരു വിഷയമല്ല, അതൊന്നൊരു വിഷയമേ അല്ല. ആ വേദനയെ പോലും അന്നേരം സ്നേഹിക്കുകയാണ്. എന്തിന്? ഈ വലിയ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ആ വേദനയെ സ്നേഹിക്കുകയാണ്. ചിലരോട് ചോദിക്കും, എങ്ങനെയുണ്ട് ഭർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ഭയങ്കര പ്രശ്നക്കാരനാ, പക്ഷെ എന്നെ ഭയങ്കര ഇഷ്ടാ. ഭാര്യ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പക്ഷെ എന്നെ ഭയങ്കര കാര്യ. ആ പ്രശ്നങ്ങൾക്കിടയിലും ഒരു സന്തോഷത്തെ കണ്ടെത്തുകയാണ് അവിടെ. ആ പ്രശ്നങ്ങൾക്കിടയിലും ആ ആത്മാവ്, സോൾ ഒരു സന്തോഷത്തെ കണ്ടെത്തുകയാണ്. ഒരു സന്തോഷം. നമ്മളെല്ലാവരും സന്തോഷം തേടി നടക്കുകയാണ്. എപ്പോഴും നമ്മൾ പറയുന്നു ആ സന്തോഷം നിങ്ങളുടെ ഉള്ളിലാണ്. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ നട്ടിരിക്കുന്ന ഒരു വിത്താണത്. ആ വിത്ത് ഇപ്പൊ ഇങ്ങനെ പൊട്ടി മുളച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നിങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസം നിങ്ങൾ പങ്കെടുക്കണം. ഞാൻ സംസാരിക്കുന്നത് ഒന്നും അല്ല ഇതിനകത്തെ പ്രോസസ്സ്. നമ്മുടെ ലാസ്റ്റ് 15 നിമിഷം നിൽക്കുന്ന ആ സോൾ അവേനിക്കനിങ് പ്രോസസ്സാണ് നിങ്ങളുടെ മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കുന്ന, സമൃദ്ധിയിലേക്ക് നയിക്കുന്ന, സന്തോഷത്തിലേക്ക് നയിക്കുന്ന പ്രോസസ്സ്. ഞാൻ സംസാരിക്കുന്നത് മാത്രമല്ല. നിങ്ങൾ ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ ഒരു ഉദ്യാനം, നിങ്ങളുടെ മനസ്സിൽ ഒരു ആത്മാവ് എന്ന് പറയുന്ന ഒരു ഉദ്യാനം, എല്ലാ പൂക്കളും വിരിഞ്ഞു നിൽക്കുന്നു, വിവിധ സുഗന്ധങ്ങൾ വരുന്നു. അവിടെ പക്ഷികൾ പാട്ടുപാടുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, സന്തോഷം കൊണ്ടാണ്. സന്തോഷം കൊണ്ട് അങ്ങനത്തെ ഒരു ഉദ്യാനം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള, നിങ്ങളുടെ ആത്മാവാകുന്ന ദിവ്യശക്തിയുള്ള, വിവിധ പൂക്കൾ വിരിയുന്ന, സുഗന്ധമുള്ള അത് നിങ്ങൾക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അടിക്കുന്ന കൊടുങ്കാറ്റിനെ ഒന്ന് നിർത്തണം. കൊടുങ്കാറ്റില് നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ പറ്റൂല. വലിയ ശക്തമായ കാറ്റടിക്കുമ്പോൾ സുഗന്ധമൊന്നും കിട്ടൂല. അതാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം. നമ്മുടെ